ഹായ് കൂട്ടുകാരെ, മി കിച്ചൻ ബേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ തമരയിൽ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഇത് എന്താണെന്നല്ലേ. ഇത് തന്നെയാണ് സാധനം. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. അപ്പോൾ ഇതെന്താണെന്നല്ലേ, ഇതിൻ്റെ പേരാണ് മാങ്ങാഞ്ചി. നമുക്കിതിലൊരു ചെറിയ കഷ്ണം, ഈ അടുത്തിട്ട് ഒരു കഷ്ണം ഉണ്ടല്ലോ, അത് മതി, നട്ടാൽ മതി. ഒരു കൊട്ട പറിക്കാനുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നട്ട് പറിച്ചെടുത്ത ഈ മാങ്ങാഞ്ചിയാണിത്. ഇത് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് തോല് കളഞ്ഞ് വന്നിട്ട് നോക്കാം. അപ്പോൾ നമ്മളുടെ മാങ്ങാഞ്ചി എല്ലാം ഞാൻ തോലെല്ലാം നല്ലപോലെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കണം. അത് നമ്മൾ മുറിക്കുന്നത് ഇതുമാതിരി പൊളിച്ചതിന് ശേഷം ചെറിയ പീസുകളായിട്ട് നമ്മൾ മാങ്ങ അച്ചാറിടില്ലേ, അതിന് മുറിക്കുന്നത് പോലെയാണ് ഇത് മുറിച്ചെടുക്കേണ്ടത്. ഇതിന് നാരൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല പാകത്തിന് മൂത്താകുമ്പോൾ നല്ല കഴമ്പായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ. ശരിക്കും നല്ലൊരു മാങ്ങ അച്ചാറാണെന്നേ ആരും പറയൂ. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ അത്രയ്ക്കും ടേസ്റ്റിയാണിത്. ശരിക്കും ഉപ്പും മുളകും പുളിയെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് എല്ലാ മാങ്ങാഞ്ചി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ചേർക്കണ്ടേ, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളുടെ മാങ്ങാഞ്ചി എല്ലാം ഞാൻ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് സ്പൂൺ, ടീസ്പൂണിലും താഴെയുള്ള ഒരു സ്പൂണിൽ നിറയെ കായപ്പൊടിയും അതിന് തന്നെ 1/2 ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചത് ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യണം. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് മാങ്ങാഞ്ചിയുടെ അച്ചാറാണ്. ഇതുകൊണ്ട് ചമ്മന്തി അരയ്ക്കാം കേട്ടോ. തേങ്ങ നമ്മൾ മാങ്ങയൊക്കെ ചേർത്ത് ചമ്മന്തി അരയ്ക്കില്ലേ, അതുപോലെ തന്നെ ഇത് ചേർത്ത് നമുക്ക് ചമ്മന്തി അരച്ചാലും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് അച്ചാറാണ്. അപ്പോൾ ഈ അച്ചാറിലേക്ക് പുളിയുണ്ട് ആവശ്യം. അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. നല്ല വലിയ ചെറുനാരങ്ങയാണെങ്കിൽ ഒരു 5-6 ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരി ചേർക്കാം. വിനാഗിരി ഒരു 5-6 ടേബിൾ സ്പൂൺ വിനാഗിരിയോളം ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മളുടെ മാങ്ങ അച്ചാറൊക്കെ എടുക്കുന്ന പോലെ തന്നെ ഇത് കൂട്ടി ചേർത്ത് റെഡിയാക്കി കുറച്ച് സമയം വച്ചതിന് ശേഷം നമുക്ക് നല്ല എയർ ടൈറ്റായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി അടച്ചു വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റിയില്ലേ. എല്ലാവർക്കും വീട്ടിൽ നട്ടുപിടിപ്പിക്കാവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.